ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കിതാബുൽ ജനായിസിൽ അവസാന ഭാഗങ്ങളിലാണ്. ഇന്ന് ഖബർ സിയാറത്ത്, അതേപോലെ തന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള നിലവിളി, കരച്ചിൽ, പിന്നെ ദഫൻ ചെയ്യൽ, മറമാടൽ, അതുമായി ബന്ധപ്പെട്ട ഏതാനും ഹദീസുകളാണ്. അതിൻ്റെ തുടർച്ച ഇൻഷാ അല്ലാഹ് ബാക്കി ഏതാനും ഹദീസുകളുണ്ട്. ഒന്നാമത്തെ ഹദീസ് ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. വഅൻ ബുറൈദത ഇബ്ൻ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു قال قال رسول الله صلى الله عليه وسلم كنت نهيتكم عن زيارة القبور فزوروها റവാഹു മുസ്ലിം. പിന്നെന്താണ്? വസാദ തുർമുദിയു ഫഇന്നഹ തുദക്കിറുൽ ആഖിറ. വസാദ തുർമുദിയു ഫഇന്നഹ അല്ല വത്തുർമുദി വസാദ് അല്ലേ, വത്തുർമുദിയു അങ്ങനെയാണ്. വസാദ തുർമുദി ഫഇന്നഹ തുദക്കിറുൽ ആഖിറ, ഫഇന്നഹ തുദക്കിറുൽ ആഖിറ, തുദക്കിറുൽ ആഖിറ. വഇൻദ ഇബ്നുൽ മാജ അല്ലേ, വസാദ ഇബ്നു മാജത മിൻ ഹദീസി ഇബ്നു മസ്ഊദ്, മിൻ ഹദീസി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് വതുസഹീദു ഫി ദുനിയ, വതുസഹീദു ഫി അദ്ദുനിയ. طيب ഒന്നാമത്തെ ഹദീസ് വഅൻ ബുറൈദത ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. എന്താ ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. എന്താ കുൻതു നഹൈതുകും? ഞാൻ നിങ്ങളെ വിരോധിച്ചിരുന്നു. അൻ സിയാറത്തിൽ ഖുബൂർ, സിയാറത്തുൽ ഖുബൂറിനെ തൊട്ട്, ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ തൊട്ട് നിങ്ങളെ ഞാൻ വിരോധിച്ചിരുന്നു. ഫസൂറുഹ, ഫസൂറു എന്നാണ് നിങ്ങൾ ഇനി സന്ദർശിച്ചു കൊള്ളുക, ഖബറുകൾ ഇനി നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. റവാഹു മുസ്ലിം. വസാദ തുർമുദിയു ഫഇന്നഹ തുദക്കിറുൽ ആഖിറ. ഇമാം തുർമുദി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുറൈദയിൽ നിന്ന് തന്നെ. പക്ഷെ അതിൽ ഏറുണ്ട്. അതെന്താണ്? ഫഇന്നഹ, എന്തിനാണ് ഖബർ സിയാറത്ത്, അതിൻ്റെ ധർമ്മം പറഞ്ഞിട്ടുണ്ട്. ഫഇന്നഹ, കാരണം സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനം, തുദക്കിറുൽ ആഖിറ. തുദക്കിറുൽ ആഖിറ എന്താ? പരലോകത്തെ ഓർമ്മിപ്പിക്കും. വഇൻദ ഇബ്നു മാജ മിൻ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വതുസഹിദു ദുനിയ ഫി ദുനിയ, വതുസഹിദു ഫി ദുനിയ. വഇൻദ ഇബ്നു മാജയുടെ അടുക്കൽ ഉള്ള ഹദീസിലുണ്ട്. ഇബ്നു മാജ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബുറൈദയിൽ നിന്നല്ല, പിന്നെ ആരിൽ നിന്നാണ്? ഇബ്നു മസ്ഊദിൽ നിന്നാണ്. ഇബ്നു മസ്ഊദിൽ നിന്ന് ഇബ്നു മാജ നിവേദനം ചെയ്യുന്ന റിപ്പോർട്ടിലുണ്ട് എന്തുണ്ട്? വതുസഹിദു ഫി ദുനിയ. എന്താ വതുസഹിദു ഫി ദുനിയ? ആ ദുനിയാവിൽ വിരക്തി ജനിപ്പിക്കും. തുസഹിദ് പറഞ്ഞാൽ എന്താ? വിരക്തി ഉണ്ടാക്കും, ജനിപ്പിക്കും. ഫി ദുനിയ, ദുനിയാവിൽ സുഹൃദ് ഉണ്ടാക്കും. ആര്? ഖബർ സിയാറത്ത്. അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കുക. അപ്പോൾ പിന്നെ ബുറൈദ റളിയല്ലാഹു അൻഹു നമുക്ക് വന്ന റാവിയാണ് ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അല്ലേ. ബുറൈദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുമ്പോൾ വഴിയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച ബനു അസ്ലം ഗോത്രക്കാരനാണ് ബുറൈദ. മുമ്പ് നമുക്ക് കുറേ പ്രാവശ്യം വന്ന റാവിയാണ് ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി. ഇവിടെ എന്തിനാ ഇബ്നു ഹജർ കൊണ്ടുവന്നത്? ആദ്യ ഖബർ സിയാറത്ത് പാടില്ലായിരുന്നു. പിന്നെ ഖബർ സിയാറത്ത് ചെയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച പുണ്യകർമ്മമായി. ആദ്യം ഖബർ സിയാറത്ത് വിരോധിക്കാൻ കാരണം ഖബറിടങ്ങൾ പിന്നെ അനിസ്ലാമിക പ്രവർത്തനങ്ങളുടെ ഏരിയ ആയിരുന്നു, കേന്ദ്രമായിരുന്നു.
കുറേ ആ ഖബറുകളുമായി ബന്ധപ്പെട്ട് അനിസ്ലാമികത പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പോൾ അവർ ഈ ഖബർ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പൂർവാവസ്ഥയിലേക്ക് മടങ്ങുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ ഇസ്ലാം പഠിച്ചു, ഈമാൻ പഠിച്ചു, വിശ്വാസം രൂഢമൂലമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേടി പോയി അവരിൽ നിന്നും. മനസ്സിലായില്ലേ? അപ്പോൾ ഖബറിടം സന്ദർശിക്കാൻ അനുവാദം കൊടുത്തു. അത് വളരെ പിൽക്കാലത്ത് റസൂലുള്ളാഹി മക്കയിൽ 13 വർഷം കഴിഞ്ഞ് മദീനയിലേക്ക് ഹിജറ വന്നിട്ട് ഹിജറയുടെ 8ാം വർഷമായിരിക്കും ഈ പെർമിഷൻ ഫസൂറൂഹ എന്നുള്ള ഈ കൽപ്പന ഹിജറയുടെ 8-ലായിരിക്കും, വളരെ പിൽക്കാലത്താണ്. എന്തിനാണ് ഖബറിടം സന്ദർശിക്കാൻ പറഞ്ഞത്? അതാണ് ഇമാം തുർമുദിയുടെ റിപ്പോർട്ടിലുള്ളത്, ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, അത് പരലോകത്തെ ഓർപ്പിക്കും. അപ്പോൾ നമ്മൾ പരലോകത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഖബറിടം സന്ദർശിക്കുന്നത്. ഇബ്നു മാജ ഇബ്നു മസ്ഊദിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇബ്നു മാജയുടെ റിപ്പോർട്ടിൽ വതുസഹീദ് ഫിദ് ദുനിയ, ഖബർ സന്ദർശനം ദുനിയാവിൽ വിരക്തി ജനിപ്പിക്കും എന്ന് വന്നിട്ടുണ്ട്, എന്ന റിവായത്ത് വന്നിട്ടുണ്ട്. എങ്ങനെ ഖബർ സന്ദർശനം ദുനിയാവിൽ വിരക്തി ജനിപ്പിക്കുക? നമ്മൾ മരണത്തെ ഓർമ്മിപ്പിക്കും. മാത്രമല്ല ഈ ഖബറിൽ കിടക്കുന്നവരെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഈ ദുനിയാവിൽ വളരെയധികം വിശിഷ്ടരായി, അതേപോലെ തന്നെ പല നിലക്കും ജീവിച്ചവരാണ്, പല നിലക്കും നല്ല രീതിയിൽ ജീവിച്ച ആളുകളാണ്. പക്ഷെ അവരൊക്കെ എന്താണ്, 6 അടി മണ്ണ് ഒതുക്കി എന്ന് പറയുമ്പോൾ അത് നമുക്കും ആ ഒരു പര്യവസാനമാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു യാത്രയാണുള്ളതെന്ന് ഓർക്കുമ്പോൾ മനുഷ്യന്മാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വിരക്തരായിട്ട് ജീവിക്കും. അതാണ് വതുസഹീദ് ഫി ദുനിയ, ദുനിയാവിൽ വിരക്തി ജനിപ്പിക്കും. ഇബ്നു മാജയുടെ ഈ ഒരു റിവായത്ത് അതിൻ്റെ ആശയം ശരിയാണെങ്കിലും അതിൻ്റെ സനദ് ദുർബലാണ്. അയ്യൂബ് ബിൻ ഹാനി എന്ന് പറയുന്ന റാവി അതിൻ്റെ സനദിലുള്ളത് കാരണത്താൽ ഈ ഭാഗം മാത്രം തുസഹീദ് ഫി ദുനിയ എന്ന് പറയുന്ന ഭാഗം ഇബ്നു മാജയുടെ ഇബ്നു മസ്ഊദിൽ നിന്ന് റിപ്പോർട്ട് ദുർബലാണ്, ദഈഫാണ്. പക്ഷെ അതിൻ്റെ ആശയം ശരിയാണ്. ഖബർ സന്ദർശിക്കുന്നവർക്ക് എന്തുണ്ടാവും? ഭൗതിക വിരക്തി ഉണ്ടാവും. അയ്യൂബ് ബിൻ ഹാനി എന്ന് പറയുന്ന റാവിയാണ് അതിലെ പ്രശ്നക്കാരൻ. ഖലാസ്, അതാണ് ഒന്നാമത്തെ ഹദീസ്. ഇനി രണ്ടാമത്തെ ഹദീസ് അബൂ ഹുറൈറയുടെ ഹദീസ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന സായിറാത്തിൽ ഖുബൂർ. റിപ്പോർട്ട് റാവി തുർമുദി അല്ലേ? റവാഹു തുർമുദി വസഹഹു ഇബ്നു ഹിബ്ബാൻ. അബൂ ഹുറൈറയിൽ നിന്ന് രണ്ടാമത്തെ ഹദീസ്. ഇപ്പോൾ ഫസൂറൂഹ എന്ന് പറഞ്ഞ് ഖബറുകൾ സന്ദർശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അപ്പോൾ ആ സന്ദർശനത്തിനുള്ള ആഹ്വാനം ആണിനോടും പെണ്ണിനോടും ഒന്നിച്ചാണ് അല്ലേ? പക്ഷേ ഇബ്നു ഹജർ റഹിമഹുള്ള ഇവിടെ ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഇബ്നു ഹജർ റഹിമഹുള്ള ഉദ്ദേശിക്കുന്നത് ഈ കൽപ്പനയിൽ നിന്ന് പെണ്ണുങ്ങൾ പുറത്ത് എന്നുള്ളതായിരിക്കും. നോക്കുക, അബൂ ഹുറൈറയിൽ നിവേദനം, അദ്ദേഹം പറഞ്ഞു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലഅന സായിറാത്തിൽ ഖുബൂർ, ലഅന ശപിച്ചിരിക്കുന്നു, സായിറാത്തിൽ ഖുബൂർ ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ. സായിർ എന്ന് പറഞ്ഞാൽ സന്ദർശകൻ, സായിറത്തുൻ സന്ദർശിക്കുന്ന പെണ്ണ്, സായിറാത്ത് സന്ദർശകരായ സ്ത്രീകൾ. ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. റവാഹു തുർമുദി, ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു. വസഹഹഹു ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഈ ഹദീസ് പ്രകാരം എന്താ മനസ്സിലാക്കുക? ഇബ്നു ഹജർ എന്താ ഈ ഹദീസ് കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് എന്ത് പാടില്ല, ഖബർ സിയാറത്ത് പാടില്ല എന്നുള്ളത് പറയാനാണ് ഇത് കൊണ്ടുവന്നത്. ഈ ഹദീസിനെ കുറിച്ച് നീണ്ട സംസാരമുണ്ട് മുഹദ്ദിസുകൾക്കിടയിൽ, ഈ ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ. ഇതിൻ്റെ വേറൊരു ലഫ്ന്നുള്ളത് ലഅന അല്ലാഹു സായിറാത്തിൽ ഖുബൂർ അല്ലെങ്കിൽ സുവാറാത്തിൽ ഖുബൂർ വൽ മുത്തഖിദീന അലൈഹ സുറുജ്, അങ്ങനെ റിപ്പോർട്ടുണ്ട്. ലഅന അല്ലാഹു ശപിച്ചിരിക്കുന്നു സുവാറാത്തിൽ ഖുബൂർ ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ, വൽ മുത്തഖിദീന അലൈഹ സുറുജ് ഖബറിന്മേൽ വിളക്ക് വെക്കുന്നവരെയും. അങ്ങനെ ഹദീസിൽ ലഫ്ലുണ്ട്. അവിടെ സായിറാത്ത് ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾ, സുവാറാത്ത്
ആ അത് ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളാണ്. സുവാറാത്തും സായിറാത്തും തമ്മിൽ വ്യത്യാസം. ഇത് സന്ദർശകർ എന്നർത്ഥം. ഇവിടെ കൂടുതൽ സന്ദർശകർ. ഇത് സന്ദർശനത്തെ അറിയിക്കുന്നു, ഇത് കൂടുതൽ സന്ദർശിക്കുന്ന അറിയിക്കുന്നു. ഇത് സീഹത്തുൽ മുബാലഗാണ് സുവാറാത്ത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സായിറാത്തിനെ എന്ന് പറഞ്ഞാൽ കേവല സന്ദർശകരായ സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു. സുവാറാത്ത് എന്ന് പറഞ്ഞാലോ കൂടുതൽ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു. രണ്ടും ഹദീസിൻ്റെ ലഫ്ദിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഹദീസ് സഹിയായി സ്ഥിരപ്പെട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉമ്മു ഹാനിൻ്റെ മൗലയായ അബൂ സാലിഹ് എന്ന ബാദാം, അതാണ് ഈ ഹദീസിലെ ഒരു റാവി. ഈ അബൂ സാലിഹ് ബാദാം അയാൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടുള്ളതായ സംസാരത്തിൽ പലരും ഈ ഹദീസിനെ ദഈഫ് എന്ന് വിധിച്ചിട്ടുണ്ട്. അൽബാനിയൊക്കെ ഈ ഹദീസ് ദുർബലം എന്ന അഭിപ്രായ പ്രകടനമാണ്. ദുർബലം എന്നുള്ള അഭിപ്രായത്തിലാണ് ഷെയ്ഖ് നസറുദ്ദീൻ അൽബാനിയൊക്കെ. എന്നാൽ പല പണ്ഡിതന്മാരും ഹദീസിനെ സഹിയാക്കിയിട്ടുണ്ട്. പ്രാമാണികരായ പണ്ഡിതന്മാർ പലരും ഈ ഹദീസ് കുറ്റമറ്റതാണെന്ന് വിധിച്ചിട്ടുണ്ട്. ഹദീസ് സഹിയാണെന്ന് വന്ന എന്തായി? വലൈക്കും അസ്സലാം. ഹദീസ് സഹി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് പാടില്ല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ശാപം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശാപാണ്. അത് വൻപാപാണ്. ഖബർ സന്ദർശനം പാടില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഖബർ സന്ദർശനം ആകാം എന്നറിയിക്കുന്ന ഹദീസുകൾ വേറുണ്ട്. ഖബർ സന്ദർശനമാകാം എന്നറിയിക്കുന്ന ഹദീസുകൾ വേറുണ്ട്. പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖബർ സന്ദർശിക്കുമ്പോൾ എന്ത് ചൊല്ലണം എന്ന പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ്റെ ഖബർ സന്ദർശിച്ച സംഭവം വന്നിട്ടുണ്ട്. പിന്നെ വേറെയും ഖബർ സിയാറത്ത് അനുവദനീയമാണെന്ന് അറിയിക്കുന്ന ഹദീസുകളുടെ ഒരു സ്ത്രീ ഖബറിൻ്റെ അടുത്ത് പോയി കരഞ്ഞ സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കരച്ചിൽ വിലക്കി, സന്ദർശിച്ച് വിലക്കിയിട്ടില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പോഴും റസൂലുള്ളാഹി സന്ദർശിച്ച് വിലക്കിയിട്ടില്ല. അപ്പോൾ ഇത്തരം ഹദീസുകൾ അറിയിക്കുന്നത് ഖബർ സ്ത്രീകൾക്ക് സന്ദർശിക്കാമെന്നുള്ളതാണ്. മാത്രമല്ല ഹിക്മത്ത്, അതിൻ്റെ പൊരുൾ പറഞ്ഞു. എന്തിനാണ് ഖബർ സന്ദർശിക്കുന്നത്? പരലോകത്തെ ഓർമ്മിപ്പിക്കാനാണ്. അപ്പോൾ ആ ഒരു ധർമ്മം ഖബർ സിയാറത്തിനുണ്ടെങ്കിൽ അത് ആണിനേക്കാൾ കൂടുതൽ വേണ്ടത് പെണ്ണിനാണ്. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് അനുവദനീയമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പരലോക ഓർമ്മ ഉണ്ടാകാൻ, മരണചിന്ത ഉണ്ടാകാൻ എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇത്തരം ഹദീസുകൾ അറിയിക്കുന്നതും ഈ ആർക്ക് നേരെയാണ് ശാപം? ഈ ഹദീസുകൾ സഹിയാണ് എങ്കിൽ തന്നെയും എല്ലാ ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾക്ക് നേരെയുമല്ല ഈ ശാപം. പിന്നെയോ ഏതൊരു കാര്യത്തിനാണോ ഖബർ സിയാറത്ത് പണ്ട് വിലക്കിയിരുന്നത്, അത്തരം സമീപനങ്ങൾ ഖബറുകൾക്ക് നേരെ ഉണ്ട്. സ്ത്രീകൾ പലപ്പോഴും അക്ഷമരാകും. സ്ത്രീകൾ പലപ്പോഴും എന്ത് ചെയ്യും? അവരുടെ നിയന്ത്രണം വിട്ടെന്ന് വരിക്കും. അതേപോലെ തന്നെ തെറ്റുകൾ ഖബറിങ്ങിൽ ചെന്ന് ചെയ്യാനുള്ള സാധ്യത ആരില്ല? കൂടുതൽ സ്ത്രീകളിലാണ്. അപ്പം അത്തരം സ്ത്രീകൾക്ക് നേരെയാണ് ഈ വിലക്കുള്ളത്, ശാപമുള്ളത്. അതേസമയം ഇങ്ങനെ പരലോക ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഖബർ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. അതാണ് ശരിയോടടുത്ത അഭിപ്രായം. സ്ത്രീകൾ ഖബർ സന്ദർശിച്ചു എന്നതിൻ്റെ പേരിൽ അവർക്കത് നിഷിദ്ധം എന്ന് പറയാൻ പറ്റില്ല. ഖബറുകൾ കെട്ടി ഉയർത്തിയിരുന്നു. അതുകൊണ്ടല്ല റസൂലുള്ള ഖബർ കെട്ടി ഉയർത്തി നിരപ്പാക്കാൻ ആളെ വിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ വിട്ടിട്ട് ഖബറുകളൊക്കെ നിരപ്പാക്കിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഖബറുകളുമായി ബന്ധപ്പെട്ട് പല അന്ധവിശ്വാസാനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് എന്ത്? പിന്നെ ഈ പ്രാർത്ഥനകളാകട്ടെ, അതേപോലെ തന്നെ അവിടേക്ക് പിന്നെ നേർച്ചകളാകട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഹദീസുകളിൽ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ തന്നെ ഖബറിൻ്റെ അടുത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഷിർക്ക് തുടങ്ങുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആദ്യം നിന്നാണ് അവർ ചിത്രം വെച്ചിരുന്നു എന്നാണ്. ചിത്രം വെച്ചിരുന്നു. പലവിധ അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു ഖബറുകളുമായി ബന്ധപ്പെട്ട്. കരച്ചിൽ, വിളി, അതൊക്കെ ഉണ്ടായിരുന്നു. ഖബറുകളുടെ അടുക്കൽ പോയിട്ട് പിന്നെ കരച്ചിലുണ്ടായിരുന്നു, വിളി ഉണ്ടായിരുന്നു. പിന്നെ ഈ പൊങ്ങച്ച പ്രകടനങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ അതും ഉണ്ടായിരുന്നു. സ്വഭാവ ദൂഷ്യങ്ങൾ, വിശ്വാസ ദൂഷ്യങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു ഖബറുകളുമായി ബന്ധപ്പെട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സായിറാത്തുൽ ഖുബൂർ റവാഹു തുർമുദി വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. അടുത്ത ഹദീസ്
അബൂ സഈദ് ഖുദരിയുടെ ഹദീസല്ലേ, അബൂദാവൂദിന്റെ റിപ്പോർട്ട് അല്ലേ. طيب وعن أبي سعيد الخدري رضي الله تعالى عنه قال لعن رسول الله صلى الله عليه وسلم النائحة والمستمع. وعن أبي سعيد الخدري رضي الله عنه قال അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം, അതൊക്കെ നമുക്ക് വന്ന റാവിമാരാണ് അബൂ സഈദ്. അദ്ദേഹം പറയാണ് ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചിരിക്കുന്നു. ആരെ? അന്നായിഹത വൽ മുസ്തമിയത. നായിഹത്ത് ആരെ? നായിഹത്ത് മരിച്ചയിടത്ത് ഒച്ച വെച്ച് കരയുന്നവൾ, മരിച്ചയിടത്ത് ഒച്ച വെച്ച് കരയുന്ന പെണ്ണ്. വൽ മുസ്തമിയ, മുസ്തമിയ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന പെണ്ണ്, അത് കേൾക്കുന്നവൾ. കേൾക്കുന്നവൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ച വെച്ച് കരയുന്നവരെ നമുക്കറിയാം. അത് കേട്ടിരിക്കുന്നവർ ആരെ? കേട്ടിരിക്കുന്നവർ. പണ്ട് കരയാൻ വേണ്ടിയിട്ട് ആളെ വെക്കും, നിശ്ചയിക്കും. കരയാൻ വേണ്ടിയിട്ട് ആളെ വെക്കും, മനസ്സിലായി? അപ്പോൾ മുതലാളിച്ചൊന്നും കരയില്ല, മുപ്പത്തിയേര് ഒച്ചക്ക് മുപ്പത്തിയേര് കേട്ടിരിക്കുക ചെയ്യുക. അങ്ങനത്തെ ഒരു പ്രവണത ജാഹിലിയത്തിലുണ്ടായിരുന്നു. അവർ കരയാൻ വേണ്ടിയിട്ട് ആളെ വാങ്ങിക്കും, എന്നിട്ട് കരയാൻ വേണ്ടിയിട്ട് വിടും. കരഞ്ഞുകൊണ്ട് ഒരു മരിച്ച വീട്ടിൽ നിന്നുണ്ടല്ലോ 4 ദിക്കുകളിലേക്കും സ്ത്രീകളൊക്കെ പോകും, ആളുകൾ പോകും കരഞ്ഞു വിളിച്ചുകൊണ്ട്. എന്തിനാ ഈ കരഞ്ഞു വിളിച്ച് പോണത്? ദുഃഖപ്രകടനമല്ല, അതിലേറെ എന്താണ്? ഈ ഗോത്ര പെരുമ ഇതൊക്കെ ഉണ്ടല്ലോ, അതാണ്, അതിന് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഗോത്ര പെരുമക്കായാലും ഇല്ലെങ്കിലും മരണ വീട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല? കരയാൻ, ഒച്ച വെച്ച് കരയാൻ പാടില്ല, ഒച്ച വെച്ച് കരയാൻ പാടില്ല. ഒച്ച വെച്ച് കരയുന്നതിനാണ് നായിഹ എന്ന് പറയാം. അങ്ങനെ കരയുന്ന സ്ത്രീകളാണ് കൂടുതൽ ഈ ഏർപ്പാടിന് നിൽക്കുക. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം എടുത്ത് പറയണത്. ആ വിധിയുള്ള പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. മുസ്തമിയത്ത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൾ. ഒരു വേള കേൾക്കുന്നവൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണ് കരയുമ്പോൾ മറ്റുള്ളവർ കേൾക്കുന്നുണ്ട്, അവരെല്ലാവരും അല്ല ഉദ്ദേശിക്കണത്. പിന്നെയോ അതിന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണമല്ലോ, കേൾക്കാൻ വേണ്ടിയിട്ട് ഇവൾ എത്ര വരയിൽ കരയുണ്ട്, ഞാൻ പറഞ്ഞ രീതിയിൽ കരയണം. ഈ മരണ വീട്ടിൽ കരച്ചിൽ തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരിതുണ്ട്. മരണ വീട്ടിൽ അതിനൊരു യൂണിയൻ, കരച്ചിൽ തൊഴിലാളി. വീട്ടിലുള്ള മെമ്പർമാർക്ക് മരിച്ചവരെ പേരിൽ കരയാൻ അവകാശമില്ല, അത് തൊഴിലാളി യൂണിയൻ്റെ പരിപാടിയാണ്. ഓല് കരയും, അരമണിക്കൂറാണ്, 1 മണിക്കൂറാണ്, എത്രയാണ്, എന്താ പോലെ ഒരു സമ്പ്രദായം. മുസ്തമിയത്ത് എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുന്ന പെണ്ണ്, കരയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് കേട്ടിരിക്കുന്ന പെണ്ണ് എന്നുള്ളതായിരിക്കും അവിടെ ഉദ്ദേശം. പക്ഷേ ഹദീസ് ദഈഫാണ്. ഈ ഹദീസ് ഉണ്ടല്ലോ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നായിഹത വൽ മുസ്തമിയത എന്ന് പറയുന്ന ഹദീസ് ഇമാം അബൂദാവൂദിൻ്റേതാണ്. ഹദീസ് ദഈഫാണ്. റവാഹു അബൂദാവൂദ്, അത്രയല്ലേ ഉള്ളങ്ങളിൽ, അഖ്റജഹു അബൂദാവൂദ്. ഹദീസ് ദുർബലാണ്. ഹദീസിൽ 2 റാവിമാർ പ്രശ്നക്കാരാണ്. ഒന്ന് അൽ ഹസൻ ഇബ്നു അത്തിയ്യ, ഹസൻ ഇബ്നു അത്തിയ്യ അൽ ഔഫി. രണ്ടാമത്തേത് അത്തിയ്യ ഇബ്നു സഅദ് അൽ ഔഫി. വാപ്പിയും മകനും ചെണ്ടും ചെണ്ടക്കൊത്ത കോലെന്നറിയില്ലേ, അതേപോലെ. 2 ആളും ദുർബലരാണ്, 2 ആളും ദഈഫാണ്. ഒന്ന് അൽ ഹസൻ ഇബ്നു അത്തിയ്യ അൽ ഔഫി, മറ്റൊന്ന് അത്തിയ്യ ഇബ്നു സഅദ് അൽ ഔഫി. 2 ദുർബല റാവികൾ ഈ ഹദീസിൻ്റെ സനദിലുള്ളത് കാരണത്താൽ ഹദീസ് ദഈഫാണ്. ലാ റസൂലുള്ളാ അന്നായിഹ വൽ മുസ്തമിയ, ഈ ഹദീസ് ദഈഫാണ്. ഇത് എൻ്റെ കാരണം പറഞ്ഞു. അടുത്ത ഹദീസ് وعن أم عطية رضي الله تعالى عنها قالت أخذ علينا رسول الله صلى الله عليه وسلم ألا ننوح متفق عليه الحديث متفق عليه. وعن أم عطية رضي الله تعالى عنها قالت أم عطية رضي الله تعالى عنها നിവേദനം, ഉമ്മു അത്തിയയിൽ നിന്ന് നിവേദനം. ഉമ്മു അത്തിയൊക്കെ നമ്മൾ പലതവണ സംസാരിച്ച റാവിയത്താണ്. എന്താ അവർ പറയുന്നത്? അഖദ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് സ്വീകരിച്ചു പറഞ്ഞാൽ എന്താ സ്വീകരിച്ചത്? ബൈഅത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചു, അതാണ്. അഖദ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് സ്വീകരിച്ചു, ഞങ്ങളുടെ മേൽ ബൈഅത്ത് സ്വീകരിച്ചു, ഞങ്ങളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചു. ആ അർത്ഥത്തിൽ എന്തിനാ ബൈഅത്ത് സ്വീകരിച്ചത്? എന്ത് വിഷയത്തിലാണ്? അല്ലാ നനൂഹ് എന്താ? ഇതാണ് നായിഹത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ക്രിയാണ് നാഹ യനൂഹു. നനൂഹ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരണ വീട്ടിൽ മരിച്ചയിടത്ത് ഒച്ച വെച്ച് കരയരുതെന്ന്, അതാണ്. അല്ലാ നനൂഹ്
മരിച്ചവരുടെ പേരിൽ ഞങ്ങൾ ശബ്ദിച്ച് കരയരുതെന്ന് ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് വാങ്ങി. എങ്ങനെ കരപ്പോൾ ബൈഅത്ത് വാങ്ങിയത്? വിഷയം എന്താണെന്ന് മനസ്സിലായി. ഏത് വിഷയത്തിലെ ബൈഅത്ത്? മരിച്ച എടുത്ത് ഒച്ച വെച്ച് കരയുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് വാങ്ങി. ആരോടെ വാങ്ങിയത്? ഉമ്മു അത്തിയ ഉൾപ്പെടെയുള്ള സഹാബ വനിതകളോട്. അതെങ്ങനെയായിരിക്കും? പുരുഷന്മാരോട് എങ്ങനെ ബൈഅത്ത് ചെയ്യുക? ഹസ്തദാനം ചെയ്തിട്ടാണ്. സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് സ്വീകരിച്ചത് അവരെല്ലാവരും ഒരു വീട്ടിലുണ്ട്, ഒരുമിച്ച് കൂട്ടി, ഒരു വീട്ടിൽ. എന്നിട്ട് ചിലരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലല്ലാത്തതിന് എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരത്തിലൂടെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ത്രീകളൊക്കെ ഒരു വീട്ടിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടേക്ക് സഹാബികളെ പറഞ്ഞയച്ചു, ഉമറിനൊക്കെ പറഞ്ഞയച്ചിട്ട് ഉമറിലൂടെയാണ് എന്ത് ചെയ്തത്? അവരിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചത്. മനസ്സിലായോ? അപ്പോൾ ആ ബൈഅത്ത് സ്വീകരിച്ച വിഷയത്തിൽ ഒരു വിഷയമായിരുന്നു എന്ത്? അവർ കരയാൻ പാടില്ല. അപ്പോൾ അന്ന് കാലങ്ങളിലൊക്കെ എന്താണ്, സ്ത്രീകൾ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നിലവിളിച്ച് കരയായിരുന്നു, ഭയങ്കരമായിട്ട് കരയുമായിരുന്നു, അസഹ്യ പ്രകടിപ്പിച്ചിട്ട് അവർ കരയുമായിരുന്നു. അതുകൊണ്ടാണ് ചില സഹാബി വനിതകൾ അവരോട് കരയണ്ട എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ടും അവർക്ക് കരച്ചിലടക്കാൻ കഴിയണില്ല. അവസാനം അവരുടെ തൊള്ളയിൽ മണ്ണ് വാരിയിട്ടൂടായിരുന്നു ചോദിക്കുന്നുണ്ട്. അത്ര ഗൗരവത്തിൽ വിലക്ക് വരാൻ കാരണം അതാണ്. അങ്ങനെ സ്ത്രീകൾ കരയുമായിരുന്നു. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ തന്നെ ബൈഅത്ത് വാങ്ങാണ് സ്ത്രീകളോട്. അപ്പോൾ അവർ ആ വിഷയത്തിൽ വളരെ നന്നായിട്ട് ഒച്ച വെച്ച് കരഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ചിലരൊക്കെ അവരുടെ സഹോദരങ്ങൾ മരിച്ചിട്ട് കരഞ്ഞിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയതൊക്കെ കാണാം ചിലരുടെയൊക്കെ ചരിത്രത്തിൽ. അത്രമാത്രം അവർ ദുഃഖപ്രകടനം നടത്തുമായിരുന്നു എന്നാണ്. ചിലരൊക്കെ ഭയങ്കര ഹൻസ തുമാന്തിർ എന്ന് പറയുന്ന ഹൻസായിൻ്റെ സഹോദരൻ സഹർ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഹൻസ എത്ര കവിത ചൊല്ലിയിട്ടുണ്ട്, എത്ര കരഞ്ഞിട്ടുണ്ട്. ഹൻസായിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അത് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ കരഞ്ഞിട്ട് അവരുടെ കാഴ്ച പോയി എന്നുള്ളത് ചരിത്രത്തിൽ കാണാം. അത്രമാത്രം അവർ കരഞ്ഞിരുന്നു എന്നാണ് സഹോദരൻ്റെ നഷ്ടത്തിൽ. ഏത് ഹൻസ അവർ ഇസ്ലാമിലും അവർ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന ആളാണ്, മഹദിയാണ്. അല്ല, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പാണ് കരച്ചിൽ. കാരണം സഹർ എന്ന് പറയുന്ന സഹോദരനൊക്കെ മരിക്കണത് അവരുടെ ജാഹിലിയത്തിലാണ്. ഇസ്ലാമിൽ അവർ വന്ന് പിന്നെ അവർക്ക് ഉള്ള അവസ്ഥ ഉണ്ട്. പിന്നെ അവരെ 4 മക്കളെയും ജിഹാദിന് പറഞ്ഞയച്ചിട്ട് 4 ഷഹീദായപ്പോൾ അവർ അത് ഹൃദയപൂർവ്വം സ്വീകരിച്ച മഹദിയാണ് അവർ. ആ വാർത്ത ഇത് ഉമ്മു അത്തിയുടേത്. അഖദ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ നനൂഹ് മുത്തഫഖുൻ അലൈഹി. ഇനി അടുത്തത് ഇബ്നു ഉമർ അല്ലേ. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ മയ്യിതു യുഅദ്ദബു ഫീ ഖബ്രിഹി ബിമാ നീഹ അലൈഹി. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് എന്താ പറഞ്ഞത്? അൽ മയ്യിത്തു മയ്യിത്ത് യുഅദ്ദബു ശിക്ഷിക്കപ്പെടും ഫീ ഖബ്രിഹി തൻ്റെ ഖബറിൽ ബിമാ നീഹ അലൈഹി. എന്താ ബിമാ നീഹ അലൈഹി? ആ മയ്യത്തിൻ്റെ പേരിൽ നീഹ അലൈഹി എന്ന് പറഞ്ഞത് കരഞ്ഞത് നിമിത്തം, കരഞ്ഞത് കാരണത്താൽ. സബബിയാണ്, മസ്ദരിയാണ്. മയ്യത്തിൻ്റെ പേരിൽ നിയാഹത്ത് അല്ലേ, ഒച്ച വെച്ച് കരഞ്ഞത് കാരണത്താൽ മയ്യത്ത് ഖബറിൽ ശിക്ഷിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഇവിടെ എന്തിനാ ഇബ്നു ഹജർ റഹിമഹുല്ലാഹി ഈ ഹദീസ് കൊണ്ടെന്ന്? നിയാഹത്ത് പാടില്ല, മരിച്ചതിൻ്റെ പേരിൽ നിയാഹത്ത് പാടില്ല. നിയാഹത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ മയ്യത്ത് അതിനാൽ ശിക്ഷിക്കപ്പെടും എന്നാണ്. മയ്യത്ത് അതിനാൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. ഈ ഹദീസ് വലിയ ചർച്ചാ വിഷയമാണ്. എങ്ങനെയാണ് ചർച്ചാ വിഷയമാണ്? താൻ ചെയ്യാത്ത കുറ്റത്തിന് താൻ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അല്ലേ. മയ്യത്ത് ഖലാസ്, അയാളുടെ ദുനിയാവ് കഴിഞ്ഞു പോയി, കർമ്മങ്ങൾ കഴിഞ്ഞ് അവസാനിച്ച്.
വേറൊരാൾ കരഞ്ഞതിന് അയാൾ എന്തിനാ ശിക്ഷിക്കപ്പെടുന്നത്? അതുകൊണ്ട് ഈ ഹദീസ് പിന്നെ ചർച്ചാ വിഷയമാണ്. ആ നിലക്കാണ് അതിന് പല മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ വ്യക്തി മറ്റുള്ളവരുടെ പേരിൽ കരയുന്നവനായിരുന്നുവെങ്കിൽ, മനസ്സിലായില്ലേ, അയാൾ എന്ത് ചെയ്യും? അയാൾ മറ്റുള്ളവർക്ക് കരയാൻ മാതൃകയാണ്, അതുകൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞില്ല, ഇയാൾ വസിയ്യത്ത്, അന്ന് അങ്ങനെ ഉണ്ട്, മരിച്ചാൽ കരയാൻ വേണ്ടിയിട്ട് വസിയ്യത്ത് ചെയ്യും, ഇത്ര ദിവസം കരയണം, ഇത്ര നേരം കരയണം, അങ്ങനെ വസിയ്യത്ത് ചെയ്യും. അപ്പോൾ അങ്ങനെ അയാൾ വസിയ്യത്ത് ചെയ്തിട്ടാണുള്ളത് എങ്കിൽ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യും? അയാൾ ശിക്ഷിക്കപ്പെടും. ചിലർ പറഞ്ഞത്, ചില പണ്ഡിതന്മാർ പറഞ്ഞത്, മരിച്ചാൽ കരയുന്നുള്ളത് അയാൾക്കറിയാം, പക്ഷേ മരിക്കണതിന് മുമ്പ് അയാൾ വസിയ്യത്ത് ചെയ്യണം. എന്തിന്? ഞാൻ മരിച്ചാൽ കരയരുത്, എൻ്റെ പേരിൽ നിങ്ങൾ കരയാൻ പാടില്ല എന്ന് പറയണം. അതില്ല എങ്കിൽ അയാൾ ഇത് അറിഞ്ഞിട്ടും എതിർക്കാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ അയാൾ അതിനാൽ ശിക്ഷിക്കപ്പെടും എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ അങ്ങനെയല്ല, മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവ് ബന്ധപ്പെടുത്തുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ ശരീരവുമായിട്ട് ആത്മാവ് ബന്ധപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. കാരണം ഖബറിലേക്ക് ആത്മാവിനെ തിരിച്ചു കൊടുക്കൂലേ. ഇതേപോലെ മരിച്ചാൽ മയ്യത്തിൻ്റെ പേരിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിൽ ആര് കേൾക്കും? മയ്യത്ത് കേട്ടെന്നിരിക്കും. അപ്പോൾ തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, ഇവരൊക്കെ കരയുക, അത് കേൾക്കുമ്പോൾ അതെന്താണ്? അത് തന്നെ എന്താണ്? ഇയാൾക്ക് ഒരതാപാണ്, ശിക്ഷയാണ്. അതാണ് അവിടെ ഉദ്ദേശം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ വീക്ഷണങ്ങളൊക്കെയും എന്താണ്? പിന്നെ അല്ലാത്ത സിറു അസിറത്ത് മിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ പേറൂല എന്ന് പറയില്ലേ, ആ ആയത്ത് പ്രകാരം ഈ ഹദീസ് ശരിയല്ല എന്ന് പറയുന്നവർക്ക് മറുപടിയാണ്. അപ്പോൾ മരിക്കണതിന് മുമ്പ് അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ പറയണം, എൻ്റെ പേരിൽ നിങ്ങൾ കരയരുത്. പിന്നെ വേറൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കരയുന്ന ആളാകാൻ പാടില്ല. അങ്ങനെ ആകണ്ടല്ലോ. ഒരാൾ വീട്ടുകാർക്ക് മാതൃകയായി മരിച്ചോട്ട് കരഞ്ഞ് എങ്കിലും അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു കരയും. അങ്ങനെയൊക്കെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അലാ കുല്ലിൻ അൽ മയ്യിത്തു യുഅദ്ദബു ഫീ ഖബ്രിഹി ബിമാ നീഹ അലൈഹി, മുത്തഫഖുൻ അലൈഹി. طيب ولهما نحوه عن المغيرة بن شعبة رضي الله تعالى عنه. ولهما ഇവിടെ മുത്തഫഖുൻ അലൈഹി എന്നല്ലേ, അതായത് ഈ ഹദീസ് ഉണ്ടല്ലോ, ഇബ്നു ഉമറിൻ്റെ ഹദീസ്, അതാർ റിപ്പോർട്ട് ചെയ്ത് മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. വലഹുമ, ബുഖാരിക്കും മുസ്ലിമിനും ഉണ്ട്, നഹ്വഹു, ഇതുപോലത്തെ മറ്റൊരു ഹദീസ്. പക്ഷേ അതിൻ്റെ റാവി ആരാണ്? അനിൽ മുഗീറ ഇബ്നു ശുബ, മുഗീറ ഇബ്നു ശുബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അപ്പോൾ മുഗീറത്ത് ഇബ്നു ശുബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇതേപോലെ മറ്റൊരു ഹദീസ് ആർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. طيب അടുത്ത ഹദീസ്, وعن أنس بن مالك رضي الله عنه قال شهدت بنتا للنبي صلى الله عليه وسلم تدفن ورسول الله صلى الله عليه وسلم جالس عند القبر فرأيت عينيه تدمعان رواه البخاري. طيب അനസ് പറയാണ്, ഷഹീദ് ബിന്തൻ ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പുത്രിയുടെ ജനാസക്ക് ഞാൻ സാക്ഷിയായി, ജനാസയിൽ ഞാൻ സംബന്ധിച്ചു. തുദ്ഫൻ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ മറമാടപ്പെടുകയാണ്. അപ്പോൾ ഷഹീദ് ബിന്തൻ ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുദ്ഫൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പുത്രി മറമാടപ്പെടുന്നതിന് ഞാൻ സാക്ഷിയായി, ആ ജനാസ സംസ്കരിക്കപ്പെടുന്നതിന് ഞാൻ സാക്ഷിയായി, ഞാൻ അതിൽ സംബന്ധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജാലിസുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാകട്ടെ ഇരിക്കുകയാണ്. എവിടെ? ഇൻദൽ ഖബരി, ഖബറിനരികിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖബറിനരികിൽ ഇരിക്കുകയാണ്. ഫറഅയ്തു, അനസ് പറയാണ്, ഞാൻ കണ്ടു, ഐനൈഹി, തിരുദൂതരുടെ ഇരു കണ്ണുകൾ, തദ്മാനി, എന്താ തദ്മാനി? കണ്ണീരൊലിക്കുന്നതായി, കണ്ണീർ വാർക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഷഹീദ് ബിന്തൻ ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുദ്ഫൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പെൺകുട്ടി മറമാടപ്പെടുന്നതിന് ഞാൻ സാക്ഷിയായി, സന്നിഹിതനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകട്ടെ ജാലിസുൻ ഇൻദൽ ഖബർ, ഖബറിൻ്റെ അടുത്തിരിക്കുകയാണ്. ഫറഅയ്തു ഐനൈഹി, അപ്പോൾ തിരുദൂതരുടെ ഇരു കണ്ണുകൾ ഞാൻ കണ്ടു, തദ്മാനി, കണ്ണീർ തൂകുന്നതായിട്ട് ഞാൻ കണ്ടു. ബുഖാരിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. എന്തിനാണ് ഇബ്നു ഹജർ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്? എന്തിനാണ് കൊണ്ടുവന്നത്? കരച്ചിൽ പാടില്ല അറിയാണ്. സങ്കടത്തിൻ്റെ കരച്ചിലും ഒച്ച വെക്കാതെയുള്ള കരച്ചിലും അത് ആകാം, അനുവദനീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു, ദുഃഖത്തിൻ്റെ കരച്ചിൽ അത്
അനുവദനീയാണ്. അത് റഹ്മത്താണ്, കാരുണ്യാണെന്നൊക്കെ പറഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം റസൂൽ നാവിലേക്കാണ് ചൂണ്ടിയത്, കണ്ണിലേക്കല്ല. നാവ് കൊണ്ട് വിലപിച്ച് അട്ടഹസിച്ച് ഒച്ച വെച്ച് കരച്ചിലാണ് പാടില്ലാത്തത്. അതാണ് നിയാഹത്ത്. അതാണ് നിയാഹത്ത്. അടുത്ത ഹദീസ് وعن جابر رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم لا تدفنوا موتاكم بالليل إلا أن تضطروا إلا أن يدفنوا ഓക്കെ لا تدفنوا. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ജാബിർ ബിൻ അബ്ദുല്ലയിൽ നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഫിനു മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ മറമാടരുത്, ദഫൻ ചെയ്യരുത്. ബില്ലയിൽ, എപ്പോൾ? രാത്രി. രാത്രി നിങ്ങൾ മറമാടരുത്. ഇല്ല അൻ തുൽത്തറു, നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടാലല്ലാതെ, നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടാലല്ലാതെ, നിർബന്ധിതരായാലല്ലാതെ, നിങ്ങൾ നിർബന്ധിതരായാലല്ലാതെ. ലാ തദ്ഫിനു മൗതാക്കും ബില്ലൈൽ ഇല്ല അൻ തുത്തറു. തുത്തറു ഇൽത്തറ എന്ന് പറഞ്ഞാൽ നിർബന്ധിതനായി. തുൽത്തറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടു, നിങ്ങൾ നിർബന്ധിക്കപ്പെടുകയായാലല്ലാതെ. റവാഹു ഇബ്നു മാജ. വഅസ്ലുഹു ഫി മുസ്ലിം. വഅസ്ലുഹു ഫി മുസ്ലിം. ഈ ഹദീസ് ഇബ്നു മാജയുടെ നിവേദനമാണ് ജാബിറിൽ നിന്ന്. പക്ഷേ ഈ ഹദീസിൻ്റെ അസ്ൽ എവിടെയുള്ളത്? അസ്ല് മുസ്ലിമിലാണുള്ളത്. ആ മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഇല്ല അന്നഹു ഖാൽ, അല്ലേ, ലാകിന്നഹു ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഇപ്രകാരമാണുള്ളത്, സജറ അൻ യുഖ്ബറ റജുലു ബില്ലൈൽ ഹത്താ യുസല്ല അലൈഹി. സജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി അൻ യുഖ്ബറ റജുൽ, ഒരു വ്യക്തി മറമാടപ്പെടുന്നത്, ബില്ലയിൽ, രാത്രിയിൽ. സജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി അൻ യുഖ്ബറ റജുലു, ഒരു വ്യക്തി ഖബറടക്കപ്പെടുന്നത്, ബില്ലയിൽ, രാത്രിയിൽ. ഹത്താ യുസല്ല അലൈഹി, ഏതുവരെ? നമസ്കരിക്കപ്പെടുന്നത് വരെ. നമസ്കരിക്കപ്പെടുന്നത് വരെ രാത്രിയിൽ ഖബറടക്കപ്പെടുന്നത് വിലക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിസ്കരിച്ചിട്ട് മറമാടാന്നർത്ഥം. ഇവിടെ ഈ രണ്ട് റിവായത്തുകൾ, ഒന്ന് ഇബ്നു മാജൻ്റെ റിവായത്ത്, മറ്റൊന്ന് പിന്നെ മുസ്ലിമിൻ്റെ റിവായത്ത്, ഇത് രണ്ടും അറിയിക്കുന്നത് എന്താ? എന്തിനാ ഇബ്നു ഹജർ ഇത് കൊണ്ടുവന്ന ഈ ഹദീസുകൾ? മയ്യത്ത് എന്ത് ചെയ്യാൻ പാടില്ല? രാത്രി അടക്കാൻ പാടില്ല, ഖബറടക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ രാത്രി മറമാടാം എന്ന് അറിയിക്കുന്നുണ്ട്. അതെവിടെ? എപ്പോഴാ? മറമാടേണ്ട ആവശ്യകത ഉണ്ടായി, അപ്പോൾ നിർബന്ധിതരായി. അപ്പോൾ അല്ലെങ്കിലോ നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മറമാടാം. അപ്പോൾ മൊത്തത്തിൽ ഒരു പൊതു തത്വം എന്താണ്? രാത്രി എന്ത് ചെയ്യാൻ പാടില്ല, മറമാടാൻ പാടില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായപ്പോൾ അലി റളിയല്ലാഹു അൻഹു രാത്രിയാണ് മറമാടിയത്, മനസ്സിലല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ രാത്രിയിലാണ് മറമാടിയിട്ടുള്ളത്. വേറെയും ചില സഹാബികൾ രാത്രി മറമാടപ്പെട്ടിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രിയാണ് മറമാടപ്പെട്ടത്. അത് നമുക്ക് വന്നു, പള്ളി അടിച്ചതിൻ്റെ സ്ത്രീ. പക്ഷേ ആവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി മറമാടാം. രാത്രി മറമാടുന്നതിൽ പ്രശ്നം പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരാൾ മറമാടിയിട്ടുണ്ടെങ്കിൽ അയാളെ ശരിയാവണ്ണം കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, പിന്നെ അയാൾക്ക് നിസ്കരിക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടാവും വേണം. നേരാവിധം എന്ത് ചെയ്യണം? അയാൾക്ക് നിസ്കരിക്കും വേണം. ഇത് മൂന്നും ശരിയായിട്ടില്ലെങ്കിൽ രാത്രി എന്ത് ചെയ്യാൻ പാടില്ല? മറമാടാൻ പാടുള്ളതല്ല. അതേസമയം രാത്രി മറമാടുന്നതിന് പിന്നുണ്ടല്ലോ, ഒരാളെ കുളിപ്പിക്കാനും പ്രശ്നമല്ല, കഫൻ ചെയ്യാനും പ്രശ്നമല്ല, വേണ്ടത്ര ആളുകൾ നിസ്കരിക്കാനും എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? രാത്രി മറമാടാം. അപ്പോൾ രാത്രി മറമാടുന്നതിന് മൊത്തത്തിൽ വിലക്കില്ല. ഇവിടെ നിർബന്ധിതയാൽ എന്നാണ്, അല്ലേ? നിർബന്ധിക്കപ്പെട്ടാൽ. എങ്ങനെ അതിനൊരു ഉദാഹരണം പറയാം?
രാത്രി മറമാടം എങ്ങനെ നിർബന്ധിക്കപ്പെടുക? ആ അതാണ്. അതായത് ഇപ്പോൾ നേരം വെളുക്കോളത്തിന് വെച്ചിരുന്നാൽ ഇഴകും. അതേപോലെ തന്നെ പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭയക്കപ്പെടുകയാണെങ്കിൽ നീ പെട്ടെന്ന് കൊണ്ടിട്ട് മറമാടാം, പെട്ടെന്ന്. രാത്രി അത് പിന്നെ അതേപോലത്തെ അതൊക്കെ പ്രത്യേക കേസുകൾ. അങ്ങനത്തെ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പെട്ടെന്ന് മറമാടാവുന്നതാണ്. പിന്നെ ഇത് പ്രശ്നം നിസ്കാരം, മയ്യത്തിനുള്ള അവകാശങ്ങൾ അത് ഹനിക്കും വിധം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, മറമാടാൻ പാടുള്ളതല്ല. രാത്രി എല്ലാ സൗകര്യവും ഒത്തു കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ കൂടുതൽ ആളുകളെ സംബന്ധിച്ച് മറമാടാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അസിലെന്താണ്? പെട്ടെന്ന് മറമാടുക എന്നുള്ളതാണ്. പെട്ടെന്ന് മറമാടുക എന്നുള്ളതാണ്. റസൂൽ എന്താ പറഞ്ഞത്? ബാദിറു ബിൽ ജനാസ്, ജനാസ പെട്ടെന്ന് ഉണ്ടായി അടക്കാനാണ്. അസ്രിഉ ബിൽ ജനാസ്, ജനാസയെ പെട്ടെന്ന് സ്പീഡിൽ മറമാടാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്പീഡിൽ മറമാടാൻ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും. പക്ഷെ രാത്രിയാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പകലിനെ പോലെയല്ല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മയ്യത്തിന് ഉണ്ടാകേണ്ട അവകാശം ഉണ്ടല്ലോ, അത് മയ്യത്തിന് നൽകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറമാടുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനം. ഇതാണ് ഇപ്പോൾ ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ. ലാ തദ്ഫിനു മൗതാക്കും ബില്ലൈലി ഇല്ലാ അൻ തുദ്റു, റവാഹു ഇബ്നു മാജഹ വഅസ്ലുഹു ഫീ മുസ്ലിം ലകിന്നഹു ഖാൽ സജറ അൻ യുഖ്ബറ അർ-റജുലു ബില്ലൈൽ ഹത്താ യുസല്ല അലൈഹി. ഇൻഷാല്ലാ ബാക്കി നമുക്ക് ഒരു ക്ലാസ് കൂടി ഈ വിഷയത്തിൽ അടുത്ത ആഴ്ച തുടർത്താം. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.